പണ്ട് കൊച്ചിലേക്ക് ഈന്തപ്പഴം കഴിച്ചിട്ട് അതിൻ്റെ കുരുവൊക്കെ എടുത്ത് പുറത്ത് കളയുമ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പം അത് അവിടെ കിടന്ന് പൊടിക്കും കേട്ടോ. പൊടിച്ച് ഏകദേശം ഒരു ഇല മാത്രമായിട്ട് വരും. ആണ്ട് ഈ ഒരു ടൈപ്പ് കണ്ടിട്ടില്ലേ? നമ്മളെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളെ മുറ്റത്തൊക്കെ ഇങ്ങനെ മുളച്ച് കിടപ്പുണ്ടാവുമല്ലോ. നമ്മൾ ഈത്തപ്പഴം കഴിച്ചിട്ട് അതിൻ്റെ കുരു എടുത്ത് പുറത്ത് കളയുമ്പോൾ കുറേ നാളം കഴിയുമ്പോഴത്തേക്ക് അത് മുളച്ച് കണ്ട് ഏകദേശം ഈ ഒരു പരുവായിട്ട് നിൽക്കും. പണ്ട് ഞാൻ വിചാരിച്ചത് ഈ ഒരു സാധനം ഇനി എന്ന് വളർന്ന് വലിയ മരമായിട്ട് ഈന്തപ്പഴം കിട്ടുമെന്നാണ് ഞാൻ ആലോചിച്ചിരുന്നത് കേട്ടോ. ഈന്തപ്പഴത്തെ പറ്റി എനിക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെങ്കിലും ഞാൻ അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ അപ്പുറത്തൊരു വളർച്ചയൊന്നും നമ്മൾ കാണില്ലെങ്കിൽ ഒരു ഇല കൂടി ഇതിൻ്റെ കൂടെ വരും. അതിനപ്പുറത്ത് നമ്മൾ കാണാനായിട്ട് സാധ്യത വളരെ കുറവാണ്. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ പിന്നീട് ഞാൻ ഗൾഫിൽ വന്നതിന് ശേഷം ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. ഈ ഒരു കുരു നട്ടിട്ടല്ല ഇവിടെ തൈകൾ ഉണ്ടാക്കുന്നത്. ഇതിന് തൈകളെന്ന് പറയുന്നത് ഇത് നട്ട് കഴിഞ്ഞാൽ വരുമായിരിക്കാം, പക്ഷേ വർഷങ്ങളെടുക്കുമായിരിക്കും. അപ്പം ഇതിനേക്കാളും വളരെ എളുപ്പത്തിൽ ഇവരെങ്ങനെയാണ് തൈ ഉണ്ടാക്കുന്നത് എങ്ങനെ അറിയാമോ? കാണിച്ചു തരാം. ഈ ഒരു സാധനമല്ല കേട്ടോ പുതിയൊരു ജനറേഷന് രൂപം കൊടുക്കുന്നത്. അതാണ്ട് ഈ നിൽക്കുന്ന സാധനമാണ് ശരിക്കുള്ളൊരു ജനറേഷൻ രൂപം കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു സാധനം എൻ്റെ മൂട്ടൊന്ന് കിളിർച്ച് വരണം കേട്ടോ. ഈ കിളുത്ത് വരുന്ന സാധനത്തിനെ ഇളക്കി മാറ്റിയിട്ടാണ് അവർ പുതിയൊരു തൈ ഉണ്ടാക്കി മാറ്റുന്നത്.